നമുക്ക് റാഗി വെച്ച് നല്ലൊരു ഇലയട ഉണ്ടാക്കിയാലോ. അപ്പോൾ നല്ലൊരു ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് റാഗി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടി കൊണ്ട് മാത്രം ചെയ്യുവാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഗോതമ്പ് പൊടിയും കൂടി കുറച്ച് ചേർത്തത്. ഇനി ഇതിലേക്ക് മാവ് കലക്കുന്നതിന് വേണ്ടി ഞാൻ ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. 1 കപ്പോളം ശർക്കര ഉരുക്കിയെടുത്ത ഒരു വെള്ളമുണ്ട് ഇത്. 1 കപ്പ് വെള്ളം നമുക്ക് മതിയാവില്ല ഈ ഒരു മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടി. ബാക്കി ഇതിലേക്ക് ചേർക്കുന്നത് സാദാ വെള്ളം കേട്ടോ. അപ്പോൾ അത് ഒരു 1/4 കപ്പോളം വെള്ളമാണ് മാവ് കുഴയ്ക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിരിക്കണം ഈ ഒരു മാവ്. പിന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പം റാഗി ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഉണ്ടെങ്കിലാണ് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. മാവ് കുറച്ച് മയമായിട്ട് വരുന്നതിന് വേണ്ടി കുറച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അകത്തൊരു ഫില്ലിംഗ് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പോളം അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും 1 കപ്പ് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഴയില വാട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ കൈ വെച്ച് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മാവ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തിന്നാക്കി ഒന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാത്രം വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് ആ ഒരു ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നടുക്ക് മാത്രമായിട്ടല്ല കേട്ടോ, ഞാൻ എല്ലാ ഭാഗത്തും ആ ഒരു ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഇതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാവുന്നതാണ്. കുമ്പിളാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ലീവ്സിലും ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ആവി വരുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് 20 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റോളം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നതുകൊണ്ട് ഞാനത് തുറന്ന് നോക്കിയിട്ടു. അപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയടയാണ് ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.